അടക്കം ബലദേവ് സച്ചിദാനന്ദൻ, പോലീസ് ഏത് കള്ളനേത് എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥ ശരിയല്ലേ? അത് വളരെ കറക്റ്റാണ് നമ്പേര് പറഞ്ഞത്. കാരണം നമ്മൾ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരായാലും സിവിൽ സർവീസ് സർവന്റ് ആയാലും IAS ചീഫ് സെക്രട്ടറി പോലെ ക്ലാർക്ക് വരെയുള്ളവരായാലും ഒരു 75-80% പേര് നല്ലവരാണ്. ബാക്കിയുള്ളവർ വെറും കൊള്ളരാത്തവരാണ്. എന്റെ ഒരു ബന്ധുവിനെ തന്നെ വീട്ടിൽ കയറി ഒരു സ്ത്രീയെ കിട്ടിയ സംഭവത്തിന് ചാർജ് ഷീറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സുഭാഷ് ബാബു സാർ, ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ചവറിൽ എഴുതൊരു CIക്ക് ഞാൻ ചെന്നങ്ങനെ ചീത്ത വിളിച്ചിട്ടുണ്ട് ഓഫീസിൽ വന്ന് ചാർജ് കൊടുക്കാതെ വെച്ചു. അപ്പൊ പിന്നെ അങ്ങനെ ആ വീട്ടിൽ കയറി ഒരു സ്ത്രീ വിട്ടിയ കേസാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ അന്വേഷിച്ചപ്പോ അദ്ദേഹം വലിയ കൈക്കൂലിക്കാരനാണ്. ഇവർക്കൊക്കെ കാശ് കൊടുത്തെങ്കിലേ ചില ഓഫീസർമാർ ചെയ്യും. ചിലർ 10 പൈസയും വാങ്ങിക്കാതെ ചെയ്യുന്ന നല്ല കുറെ ഓഫീസർമാർ. ചവറ CI ഓഫീസിൽ കയറി ഞാൻ അയാളെ ചീത്ത വിളിച്ച. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത്, നല്ലവരായ ഓഫീസർമാരും ഉണ്ട്, ചീത്ത ഓഫീസർ. നമ്മളെല്ലാവരും ആരും ഇത് കാണരുത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ മുന്നിൽ ആസാം സ്വദേശി ഒരു പെൺകുട്ടിയെ കാണാതായി. വളരെ പെട്ടെന്ന് പോലീസ് ആക്ട് ചെയ്തു. നിങ്ങൾ മാധ്യമങ്ങളെല്ലാം സഹായിച്ചു. 2 ദിവസം കൊണ്ട് ആ പെൺകുട്ടിയെ കണ്ടു. പക്ഷെ മലപ്പുറത്ത് നിന്നും മാമി കാണാതെ, കോഴിക്കോട് വർഷങ്ങൾ കഴിഞ്ഞ് PV അൻവർ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്ന ഒരാൾ കാണാതെ പോയി എന്നത്. പോലീസ് ആക്ട് ചെയ്തതേ ഇല്ല, യാതൊന്നും ചെയ്തില്ല. അപ്പൊ അതിന്റെ പിന്നിൽ വളരെ നിഗൂഢമായ ചില രഹസ്യങ്ങളുണ്ട്. ആരെയൊക്കെ മറച്ചു വെക്കുന്നു. അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ പൊതുപ്രവർത്തകർ അറിഞ്ഞില്ല, പോലീസ് ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല, 2-3 പേരായിട്ട് അത് മറച്ചു വെച്ചു. 1 വർഷമായിട്ട് ഒന്നും വന്നില്ല. അയാള് പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകനല്ല, ഒരു റിയൽ എസ്റ്റേറ്റ് ഉടമയാണ്. ഇപ്പോൾ അതിന്റെ പിന്നിൽ നമ്മൾ ചർച്ച വരുന്ന ADGP അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരെ പോലെ, അല്ലെങ്കിൽ സുജിത് ദാസിനെ പോലെയുള്ള കൈക്കൂലി കിട്ടിയെങ്കിൽ 3 കാര്യങ്ങളാണ്. ഒന്നുകിൽ പണം, അല്ലെങ്കിൽ സ്വർണം, അല്ലെങ്കിൽ മദിരാക്ഷി. ഈ 3 കാര്യങ്ങളിലാണ് ഈ പോലീസ് ഓഫീസർമാർ പലരും അടിക്കണത്. കൊല്ലം റെസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു വനിതാ ഓഫീസർ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറായിട്ടിരിക്കുമ്പോൾ ആശ്രാമം ഗസ്റ്റ് ഹൗസിൽ വെച്ച് 2 DYSPമാരും 2 സീനിയർ നടിമാരുമായിട്ട് കൂടുന്നു ആരോ റിപ്പോർട്ട് കൊടുത്തു. സിറ്റി പോലീസ് കമ്മീഷൻ അന്വേഷിക്കാൻ വന്നു. ആ കൂടെ വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മെസ്സേജ് കൊടുത്തു, ഞങ്ങൾ വരുന്നു മാറിക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം ഇപ്പൊ SP റാങ്കിൽ ഇരുന്ന് പെൻഷൻ പറ്റി കൊല്ലത്ത് പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റാണ്. അപ്പൊ ഞാനിത് പറഞ്ഞത്, ഇവരിങ്ങനെ അദ്ദേഹം കൈക്കൂലി വാങ്ങിക്കത്തില്ല, അദ്ദേഹത്തിന് ഇതൊരു ദൗർബല്യമായി. ഇങ്ങനെ കുറെ അധികം പേരുണ്ട്, നല്ലവരായ ഉദ്യോഗസ്ഥരെ പോലും നാണം കെടുത്തുന്ന ഗവൺമെന്റിനെ. അത് ഏത് ഗവൺമെന്റ് ആയാലും, LDF ആയാലും അത് UDF ആയാലും, കേരളത്തിൽ BJP വന്നിട്ടില്ല, അവരായിരുന്നാൽ പോലും നാണം കെടുത്തുന്ന കുറെ അധികം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരാണ് ഗവൺമെന്റുകളെ പോലും അവർക്ക് താറയെടുക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ ഈ ഗവൺമെന്റിനെതിരെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണം ADGPയുടെയും ഒരു IPS ഓഫീസറായ സുജിത് ദാസിന്റെ ഒക്കെ പേരുള്ള ആരോപണങ്ങൾ. ഇത് പലതും ഗവൺമെന്റിൽ നിന്ന് പോലും അവർ ഹൈഡ് ചെയ്തു. കാര്യം നമുക്കറിയാം, ഈ മാമി തിരോധാന കേസിൽ തന്നെ അന്വേഷണം വന്നപ്പോൾ പറഞ്ഞത് ആർക്കാണ്? DGP നേരിട്ട് പറഞ്ഞിരുന്നു, അത് ADGP അറിയിക്കരുത്, എനിക്ക് റിപ്പോർട്ട് ചെയ്യണം, ഞാൻ വഴി ഹോം സെക്രട്ടറി വഴി മുഖ്യമന്ത്രിക്ക് കൊടുക്കാം. പക്ഷെ അത് ലംഘിച്ചുകൊണ്ട് ആ 2 പോലീസ് ഉദ്യോഗസ്ഥര്, അവിടുത്തെ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഒന്ന് അവിടെ 2 പേരുടെ പേര് എന്റെ കയ്യിലുണ്ട്, ഒന്ന് ശശിധരൻ, ഒന്ന് കമ്മീഷണർ നാരായണൻ. ഇവർ നേരിട്ട് ADGPക്ക് റിപ്പോർട്ട് കൊടുത്തു ഈ മാമി തിരോധാന കേസിൽ. ഇപ്പോൾ അവരെ മാറ്റി, ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഉത്തരമേഖല IG പ്രകാശും ഒരു DYSP പ്രേമന്റെ കീഴിലുള്ള ടീമാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരുപാട് നിഗൂഢതകളുണ്ട്. നമ്പ്യാരെ, ഇതൊന്നും ഒരു പൊളിറ്റിക്സ് അല്ല. ഇത് എന്തൊക്കെയോ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ കാണിക്കുന്ന ഈ സ്വർണ്ണക്കടത്ത് കേസ്, സ്വർണ്ണം പൊട്ടിക്കൽ കേസ്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, വിശേഷിച്ച് ബോംബെ കേന്ദ്രീകരിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ അധോലോക പ്രവർത്തനങ്ങൾ നടന്നത്. ഇപ്പോൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ കുറെ അധികം നടക്കുന്നുണ്ട്. അത് ഗവൺമെന്റ് മാത്രമല്ല അതിന്റെ ഉത്തരവാദിത്വം. ഇതിനകത്ത് നമുക്കറിയാം, ഞാനത് രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല, എയർപോർട്ട് ആയാലും കസ്റ്റംസ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് കീഴിലാണ് വരുന്നത്. അവരുടെയും കുഴപ്പമല്ലോ. പലപ്പോഴും ഒന്നും അന്വേഷിക്കാൻ കഴിയാതെ എയർപോർട്ട് വഴിയോ കസ്റ്റംസ് വഴിയോ അവർ പരിശോധനയ്ക്ക് വിധേയമാകാതെ കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള സ്വർണം പുറത്തേക്ക് വരുന്നു. ഇത് പരിശോധിക്കേണ്ട എയർപോർട്ട് അതോറിറ്റി കസ്റ്റംസുമാണ്. അത് പുറത്ത് വെച്ച് കേരള പോലീസ് പിടിക്കുന്നു. എന്താ ഇതിന്റെ പിന്നിൽ രഹസ്യം? അപ്പോൾ എയർപോർട്ട് അതോറിറ്റിയും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും കേരള പോലീസും ചേർന്ന് നടത്തുന്ന ചില രഹസ്യങ്ങളാണ്. അതാണ് PV അൻവർ പുറത്തു വിട്ടത്. PV അൻവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിനും ഞങ്ങളുടെ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും, മുഖ്യ രാഷ്ട്രീയ പാർട്ടിക്കായാലും CPIക്കായാലും ഞങ്ങൾ ഘടകകക്ഷികളിലെ അദ്ദേഹത്തിന്റെ പല പ്രവർത്തനം കൊണ്ട് എതിർപ്പുണ്ടെങ്കിൽ പോലും വളരെ നിഗൂഢമായ പോലീസിലെ കുറെ അധികം രഹസ്യങ്ങൾ പുറത്തു വരാൻ സഹായിച്ചത് PV അൻവറിന്റെ വെളിപ്പെടുത്തലാണ്. വെളിപ്പെടുത്തിയ വ്യക്തിയുടെ സ്വഭാവം നമ്മൾ പരിശോധിക്കുന്നില്ല. കാര്യം അദ്ദേഹത്തിന് ചില നെഗറ്റീവ് ആയിട്ടുള്ള ബലദേവ്, താങ്കൾ പറയുന്നതിനോടൊക്കെ യോജിക്കുന്നു. പക്ഷേ എങ്കിലും എന്തുകൊണ്ട്
ക്രമസമാധാന ചുമതല ഉള്ള ADGP MR അജിത് കുമാർ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നു. നോക്കൂ, DGP പലവട്ടം പറഞ്ഞു, ഇടതുമുന്നണിയിലെ പല ഘടകകക്ഷികളും അവരുടെ എതിർപ്പ് അറിയിച്ചു. എന്നിട്ടും MR അജിത് കുമാർ ഇപ്പോഴും ADGP ലോ ആൻഡ് ഓർഡർ ആയിട്ട് തുടരുന്നു. എന്തുകൊണ്ട്? ആരാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്? എന്തുകൊണ്ട് അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റുന്നില്ല? അത് ഞാനും അത് അഡ്മിറ്റ് ചെയ്യുന്നു. അത് തെറ്റായ ഒരു കാര്യമാണ്. ഞാൻ ഒരു ഘടകകക്ഷിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി. ഞങ്ങൾ എല്ലാവരും ഇതിൻ്റെതായിട്ടുള്ള പ്രധാന ഘടകകക്ഷി CPI ആണല്ലോ. അവരും പറഞ്ഞു, മറ്റു നേതാക്കന്മാർ എല്ലാവരും പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അന്ന് അവിടെ പറഞ്ഞൊരു കാര്യം, ഇത് DGPയുടെ നേതൃത്വത്തിൽ DGPയുടെ ഉത്തരവാദിത്വത്തോടെ ഒരു സംഘം അന്വേഷിക്കുന്നു. 30 ദിവസമാണ് അവർക്ക് റിപ്പോർട്ട് നൽകാനായിട്ട് കൊടുത്തിരിക്കുന്ന സമയം. അല്പം കൂടെ വെയിറ്റ് ചെയ്യും. 30ാമത്തെ ദിവസം കൃത്യമായിട്ട് രേഖകൾ കിട്ടിയാൽ നടപടിയുണ്ടാവും. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഗവൺമെന്റ് ആ കാര്യത്തിൽ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ADGP മാറ്റാത്ത കാര്യം തെറ്റാണ്. ആ ആരോപണ വിധേയനായ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇതിലെ ഷെയ്ഖ് ദർവേഷ് സാഹിബ് DGP അദ്ദേഹം മാത്രമാണ് അജിത് കുമാറിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ അല്ലേ? ബാക്കിയുള്ളവരൊക്കെ നോക്കൂ, IG, DIG, SP റാങ്കുകളിലുള്ളവരാണ്. ആരെങ്കിലും സർവീസിലിരിക്കെ ADGP ലോ ആൻഡ് ഓർഡറിന് എതിരെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല കൊടുക്കാം, അതിനകത്ത് അർത്ഥമൊന്നുമില്ല. അതല്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മാമി തിരോധാന കേസിൽ ഗവൺമെന്റിന് സ്പെഷ്യൽ ഓർഡർ ഇട്ട് 2 ദിവസത്തിന് ബോർഡർ ഇറക്കി. ഡയറക്റ്റ് അത് അന്വേഷിക്കുന്ന ആ ഉത്തരമേഖല IG-യും SP-യും പ്രകാശും അതുപോലെ തന്നെ പ്രേമനും, DYSP ആണ് പ്രേമൻ, ഇവർ രണ്ടുപേരും DGPക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പ്രത്യേകിച്ച് ആ ഓർഡറിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. അതാണ് ഗവൺമെന്റ് പറഞ്ഞത്. ഒരിക്കലും ADGPക്ക് റിപ്പോർട്ട് ചെയ്യണം. നേരത്തെ ഇരുന്ന രണ്ടുപേരും, ഈ ശശിധരനും നാരായണനും, DGPയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ADGPക്ക് റിപ്പോർട്ട് കൊടുത്തു. അതാണ് അൻവർ പറഞ്ഞു ഇവിടെ ഒരു സൂപ്പർ DGP ഉണ്ട് എന്നൊക്കെ. അങ്ങനെ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും നമുക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ട് അജിത് കുമാറിന് അദ്ദേഹത്തിൻ്റെതായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഒരു സംഘമുണ്ട്, ഒരു ഗ്രൂപ്പുണ്ട്. അതാണല്ലോ നേരത്തെ തന്നെ DGP അതിലുള്ള അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ സൂപ്പർ DGP ആയിട്ട് ഇരിക്കുന്ന ആളാണ് MR അജിത് കുമാർ. അതെല്ലാവർക്കും, സേനയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി, P ശശിയുമായിട്ട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന വ്യക്തി. അദ്ദേഹമാണ് സൂപ്പർ DGP. നോക്കൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ച സമയത്ത് പോലും ഈ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്, സംസ്ഥാന പോലീസ് മേധാവി, അദ്ദേഹം ഇങ്ങനെ നോക്കുകുത്തിയായിട്ട് നിൽക്കുക. അപ്പോൾ എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിന് പതിച്ചു നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം നമ്മളാരും ചെയ്യുന്നത് തെറ്റല്ല. കേൾക്കുന്നുണ്ടോ? എനിക്കൊരു സംശയം പോലെ തോന്നുന്നു. കേൾക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അൻവർ ഒരു കാര്യം വെളിപ്പെടുത്തി, നിങ്ങൾ ആരും അത് ചർച്ചക്കെടുത്തെന്ന് എനിക്കറിഞ്ഞില്ല. ഫോൺ ടാപ്പിംഗ്, അത് ഇന്റർസെപ്ഷൻ എന്നാണ് പറയുന്നത്. ഞാൻ ഫോൺ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ, അദ്ദേഹം 3-4 പേരുടെ പേരും പറഞ്ഞു. ഫോൺ ടാപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഫോൺ ടാപ്പിങ്ങിന് ഇന്ത്യയിൽ ഇന്ത്യയുടെ അനുസരിച്ച് സെക്ഷൻ 5 അനുസരിച്ച് ഫോൺ ടാപ്പ് ചെയ്യും. പക്ഷെ അങ്ങനെ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഹോം മിനിസ്റ്ററുടെ ഓർഡർ വേണം, അല്ലെങ്കിൽ കോർട്ടിന്റെ ഓർഡർ വേണം. എന്താ? പബ്ലിക് സേഫ്റ്റി ഇത് ബാധിക്കുന്നു. അതാണ് അണ്ടർ സെക്ഷൻ 5 പറയുന്നത്. അതുപോലെ തന്നെ അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഈ ടെലിഗ്രാഫിക് ആക്ട് സെക്ഷൻ 26 അനുസരിച്ച് അയാൾ പണിഷബിൾ ആണ്. 3 വർഷം വരെ ശിക്ഷിക്കാം, 2 ലക്ഷം രൂപ. ഇപ്പോൾ BJP ഗവൺമെന്റ് 2023 ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നൊരു ബില്ല്, പക്ഷെ അത് ആക്ട് ആയില്ല. 2 കോടി രൂപ വരെ ആക്ട് ഉയർത്തി. PUCL വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് സുപ്രീം കോടതി 2013 ഒരു പറഞ്ഞൊരു കേസാണ്. അതിനകത്ത് പറഞ്ഞെന്താ? ഫോൺ ടാപ്പിംഗ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 19(2) ഇതിന്റെയൊക്കെ വയലേഷൻ ആണ്. ഒരു കാരണവശാലും ഫോൺ ടാപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ സ്വയം, ഞങ്ങളുടെ MLA തന്നെയാണ്, സ്വയം ഏറ്റിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇന്ത്യൻ ടെലിഗ്രാഫിക് ആക്ട് അനുസരിച്ചും സുഭാഷ് ബോൾസാൻ അറിയാം, അത് ദുരുപയോഗം ചെയ്ത് കള്ളക്കേസ് എടുത്താൽ IPC 211, ഇപ്പോഴത്തെ BNS 248 തെറ്റായ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് കള്ളക്കേസ് എടുത്താൽ ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആർക്കെതിരെയുമായിട്ടും കേസെടുക്കാം. അപ്പോൾ ഇത് വളരെ വ്യക്തമായൊരു നിയമമാണ്, അഡ്മിഷനാണ്. അവിടെ പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും വേണ്ട, ഞങ്ങളുടെ MLA തന്നെയാണ്. പക്ഷെ ഇവിടെ പലരും പോലീസ് ഉദ്യോഗസ്ഥരും പലരും ടാപ്പ് ചെയ്തതായിട്ട് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി. അപ്പൊ വളരെ അങ്ങേയറ്റത്തിന് കുറ്റമാണ്. നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, കോഗ്നൈസബിൾ ആണ്, 3 വർഷം വരെ ശിക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ BJP ഗവൺമെന്റ് അത് ബില്ല് കൊണ്ടുവന്നെങ്കിൽ, 2013 ബില്ല് കൊണ്ടുവന്നെങ്കിൽ അത് പാസ്സായിട്ടില്ല. 2 കോടി രൂപ വരെയാണ് BJP ഗവൺമെന്റ് കൊണ്ടുവന്നൊരു ബില്ലെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെയധികം കുറ്റകരമായ ഒരു കാര്യമാണ്. പക്ഷെ ഇതിനകത്ത് ഞാൻ പറഞ്ഞത്, ഗവൺമെന്റ് അതിന്റെ ശരിയായ ദിശയിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. വളരെ ശക്തമായ നിലപാടിലാണ് പോകുന്നത്. മാമി തിരോധാന കേസായാലും തുടർന്നുള്ള അന്വേഷണങ്ങളായാലും
ഇപ്പൊ PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളെല്ലാം വ്യക്തമായിട്ട് അന്വേഷിക്കും. ഒരു കാര്യം നോക്കിക്കോളൂ, ഇന്നത്തെ ദിവസം തൊട്ട് കുറിച്ചിട്ടുള്ള നമ്പ്യാർ, ഞാൻ പണ്ടൊരിക്കലും രണ്ട് കാര്യങ്ങളിൽ കൊല്ലത്തൊരു PDP പ്രവർത്തക, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു പോലീസുകാരെ കൊണ്ടുവന്ന, ഒരു പട്ടാളക്കാരെ കൊണ്ടുവന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞതാണ്, കുറിച്ചിട്ടുള്ളൂ ഒരു 30 ദിവസത്തിനകം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ADGPക്കെതിരെ അടുത്ത ഒക്ടോബറിൽ ചർച്ച ചെയ്യുമ്പോൾ നടപടി ഉണ്ടായിരിക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ആ രീതിയിൽ ഇടതുപക്ഷ മുന്നണി ശക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട്.